ഹായ് എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണത് ചില ആൾക്കാരുണ്ട്, അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല മീൻസ് അവരവരുടെ ജീവിതത്തിലെ പുരോഗതിക്കായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവരിങ്ങനെ ലൈഫിനെ അലസമായിട്ട് നോക്കിക്കാണുന്നു. എങ്ങോട്ടെങ്കിലും പോട്ടെ, എങ്ങനെയെങ്കിലും വരട്ടെ. അത് ലൈഫിനെ അതിൻ്റെ ഒഴുക്കിലേക്ക് പോകുന്നു എന്നല്ലാതെ ലൈഫിനെ അവരെ കൺട്രോൾ ചെയ്യുന്നില്ല. അവരുടെ കൺട്രോളിലല്ല അവരുടെ ജീവിതം. ജീവിതത്തിന്റെ കൺട്രോളിൽ അവർ പോകുന്നു എന്ന് പറയാം. കാരണം എങ്ങനെയോ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കി വിടുന്നു. ഓരോ ദിവസങ്ങളും ഒന്നുകിൽ ഫോണിൽ ചെലവഴിച്ചോ അല്ലെങ്കിൽ ചുമ്മാ കറങ്ങി തീർത്തോ അലസമായിട്ട് ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലാതെ പോകാന്ന് പറയും അല്ലേ. കുറെ ആൾക്കാർ അങ്ങനെയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അതിന് പറ്റിയ കുറേ ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് തോന്നും, ഇവർക്ക് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാക്കിക്കൂടെ. അപ്പം നമ്മൾ അവർക്ക് കുറേ സജഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആളെ എടുക്കുകയാണെങ്കിലും ഇപ്പം ഒരു വ്യക്തിയോട് ഞാൻ പറയുകയാണ്, ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാം. ഇപ്പോൾ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന വ്യക്തിയോട് പറയുകയാണ്, നിങ്ങൾക്ക് ചെറിയ വീട്ടിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടാകുന്ന സോപ്പ് പൊടി ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് തയ്ക്കുന്ന ജോലിയോ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ നിങ്ങൾ തുടങ്ങി നിങ്ങളൊരു ചെറിയ വരുമാനം സൃഷ്ടിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഞാനിപ്പോൾ ആദ്യത്തെ ജോലി പറയാന്ന് വെച്ചോ, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു തുണികളൊക്കെ ലാഭത്തിന് എടുത്തുകൊണ്ട് വന്ന് വീട്ടിലിരുന്ന് നിങ്ങൾ സെയിൽ തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് അതൊരു വരുമാനമാവും. ഉടനെ പുള്ളിക്കാരി പറയുന്ന ഡയലോഗാണ്, അത് തുടങ്ങിയാലല്ലേ അത് ഭയങ്കര നഷ്ടമായിരിക്കും. അത് വിറ്റ് ആ പൈസ ഒന്നും തിരിച്ചൊന്നും കിട്ടത്തില്ല, പിന്നെ ഭയങ്കര കടത്തിലേക്ക് കിട്ടും. അപ്പം ഞാൻ പറയും, എന്നാൽ നിങ്ങൾ കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ. അതൊക്കെ വെറുതെയാണ്, കാരണം എല്ലാവരും ഇപ്പൊ കടയിൽ നിന്ന് അങ്ങനെ നമ്മൾ എന്തൊക്കെ ഞാൻ ഓപ്ഷൻ കൊടുത്താലും അവരപ്പോൾ അതിനെല്ലാം അതൊന്നും നടക്കില്ല, അതൊന്നും വിജയിക്കില്ല. അത് ഞാൻ ഈ ഒരു വ്യക്തിയെ മാത്രമല്ല കേട്ടോ, ഇതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേരെ മീൻസ് നമ്മളിങ്ങനെ സജഷൻസ് കൊടുത്തിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ തല കയറത്തില്ല. നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് നിങ്ങൾ അതും ചെയ്ത് നോക്കും, ഞാൻ ഹെൽപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും പറയും, അതൊന്നും നടക്കത്തില്ലെന്നേ. എന്നിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവരെ പുറകെ നടന്ന് ഇവരെ ചെയ്യിപ്പിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വഴി അന്വേഷിക്കൂ. എന്നിട്ട് ഇവർക്ക് ജോലിക്കുള്ള വഴി നമ്മൾ പറഞ്ഞു കൊടുത്താലും നമ്മൾ മറ്റുള്ള ആൾക്കാരെ വിളിച്ച് ഇവർക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കണം, അതെത്ര കഷ്ടപ്പാടാണ്, അത് അങ്ങനെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ജോലിയൊക്കെ ശരിയാക്കി വെക്കും. പക്ഷെ അവര് പോകത്തില്ല. അപ്പം നമുക്ക് പിന്നെ എന്താ പറയാ, അങ്ങനെയുള്ള വ്യക്തിയോട് നമുക്ക് തന്നെ ഒരു ദേഷ്യം തോന്നും. ഇതുപോലെ പല ആൾക്കാരും കാണാം, നിങ്ങൾക്കായിട്ട് ഒരു ജോലി സംഘടിപ്പിച്ച് നിങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും അങ്ങനെ മാറാൻ. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ മാറുന്നില്ല? ഞാനിത് ഇതിനൊന്നും പോകാത്ത ലേസി ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് മാത്രമാണ് ഈ പറയുന്നത്. അപ്പൊ ഇവര് എന്തുകൊണ്ട് അത് മാറുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എന്താണ്? ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുക, ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ വരുത്തുക. പിന്നെന്താണ്, പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ പറയുന്ന അച്ഛനമ്മയും പ്രായം അവരെ നോക്കുക, നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരുപാട് ആൾക്കാരെ നമ്മളെ സഹായിക്കുക, സമൂഹത്തിന് ഒരു നല്ലതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ നമുക്കൊരു ജോലി അത്യാവശ്യമാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം എന്ന് പറയുമ്പോൾ ഈ മടി പിടിച്ചിരിക്കുന്ന മനുഷ്യര് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതിൻ്റെ ഒന്നും കാര്യമില്ല, അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇങ്ങനെയുള്ള 100 എക്സ്ക്യൂസ് പറയുന്ന അല്ലാതെ ഒരു കാര്യം പോസിറ്റീവായിട്ട് ചെയ്ത് അവർക്ക് എങ്ങനെയാണ് തട്ടിമുട്ടി ജീവിക്കാം, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും അത് ജീവിക്കാം. ഇവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഒബ്സർവ് ചെയ്ത് വെച്ച് നോക്കണം, നമുക്ക് ദേഷ്യം പോലും ഒന്നും ഉണ്ടാവില്ല, ഒരു ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം, സെൽഫ് റെസ്പെക്ട് ഉണ്ടാവില്ല. അവരെ ഇങ്ങനെ ജീവിച്ച് ശീലിച്ചത് കാരണം അവർക്ക് ആ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തികളെ നിങ്ങൾ നിങ്ങളുടെ സ്വയം കണ്ണാടി നോക്കി ചോദിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ആ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വന്തം ലൈഫിനെ നല്ലൊരു വഴിക്ക് കൊണ്ടുപോകാം. കാരണം നമ്മുടെ ജീവിതത്തിൽ കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ എപ്പോഴും, അല്ലാതെ നിങ്ങളൊരു 100 വയസ്സ് വരെ ജീവിക്കണമെന്നില്ല. അപ്പൊ ആ ജീവിച്ചിരിക്കുന്ന അത്രയും നാള് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയണമെന്നില്ല. നമുക്ക് സ്വയം ഒരു സ്വയം ഒരു തോന്നൽ വേണം, ഞാനൊരു നല്ല വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് സ്വയം പ്രാപ്തി നേടി അതിനുവേണ്ടി നിങ്ങൾക്ക് എന്നും ശ്രമിക്കാം. അതിൽ പറയാം, എത്ര ശ്രമിച്ചിട്ട് ഒരു ജോലി കിട്ടില്ല എന്ന് പറഞ്ഞ് ആദ്യം ഒരു തവണ ശ്രമിച്ചു, രണ്ടാമത് ശ്രമിച്ചു, കിട്ടില്ലെന്നല്ല, 10ഉം 12ഉം എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രമം വിജയം. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. ആദ്യത്തെയും രണ്ടാമത്തെയും ശ്രമങ്ങൾ പാളിപ്പോയെങ്കിൽ അത് നിങ്ങൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത തവണ പോകും. അപ്പൊ നമ്മൾ ഓരോ തവണ പരീക്ഷ എഴുതുമ്പോൾ അങ്ങനെയല്ലേ, ആദ്യത്തെ പരീക്ഷയിൽ നമുക്ക് 2 മാർക്ക് കിട്ടിയുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ പഠിച്ചത് ശരിയായില്ലെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് പഠിച്ചിട്ട് ഒന്നുകൂടെ എഴുതണം. ചിലപ്പോൾ നമുക്ക് ഒരു 4 മാർക്ക് കിട്ടുമായിരിക്കും.
അപ്പോഴും നിങ്ങൾ എനിക്കിനി കിട്ടത്തില്ല, എനിക്ക് മാർക്കൊന്നുമില്ല, അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോഴും നിങ്ങൾ മൊത്തത്തിൽ പഠിച്ചില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ വീണ്ടും എന്ത് ചെയ്യാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഓരോ ജോലിക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ അവസരങ്ങൾക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് എന്തോ ഒരു കുറവ് അവിടെ ഉണ്ട്. അത് മാറ്റി അതിനെ വീണ്ടും മോഡിഫൈ ചെയ്ത് നമ്മളുടെ ആ വീണ്ടും അടുത്ത അവസരത്തിന് പോകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു അവസരം നിങ്ങൾ തേടിയെത്തും. അപ്പൊ ഒരിക്കൽ പോലും നിങ്ങൾ ഒന്നിനു വേണ്ടി ശ്രമിക്കാതെ ഇരിക്കരുത്. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താനായിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അതിനാദ്യം വേണ്ടത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ്. അത് ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, നിങ്ങളുടെ എന്താ പറയുക, അത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പുതിയൊരു ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ആവും. ഓക്കെ.